കേരള സർവകലാശാല LLB പരീക്ഷാ പുനർനിർണയത്തിൽ പിഴവിൽ വിദ്യാർത്ഥികൾക്കെതിരെ VC. പുനർമൂല്യനിർണയത്തിന് അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഉത്തരക്കടലാസുകൾ വീണ്ടും പരിശോധിക്കാനാണ് തീരുമാനം. 2 തവണ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളാണ് വീണ്ടും മൂല്യനിർണയത്തിന് വിധേയമാക്കുന്നത്. വിവരങ്ങളുമായി നൗഫൽ കൂടി ചേരുന്നുണ്ട്. നൗഫൽ, എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? ശരണ്യ, നമുക്കറിയാവുന്നതുപോലെ തന്നെയാണ് കേരള സർവകലാശാലയിൽ LLB വിദ്യാർത്ഥികളുടെ പുനർമൂല്യനിർണ്ണയത്തിൽ വലിയ അപാകതകളും ക്രമക്കേടുകളും നിലനിൽക്കുന്നുണ്ട് എന്ന ആരോപണവും അതിൻ്റെ പേരിലുള്ള സമരങ്ങളും നാം കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് LLB വിദ്യാർത്ഥികൾ ചെറിയ ഒരു താൽക്കാലികമായ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തത്. അതായത് പുനർമൂല്യനിർണ്ണയ വിഷയത്തിൽ ആദ്യം ഏറെക്കുറെ പേർ ഒരുപാട് പേർ പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ടായി. പക്ഷേ രണ്ടാമത് പുനർമൂല്യനിർണ്ണയത്തിന് വിധേയമാക്കിയപ്പോൾ 292 വിദ്യാർത്ഥികളിൽ 231 പേരും വിജയിച്ചു എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഉണ്ടായത്. അതായത് ആദ്യ പരീക്ഷാ മൂല്യനിർണ്ണയത്തിലെ ക്രമക്കേടുകൾ, രണ്ടാമത് പുനർമൂല്യനിർണ്ണയത്തിലൂടെ ഇത്രയും പേർ അധികം പേർ അതായത് പരീക്ഷ എഴുതിയതിൻ്റെ അപേക്ഷിച്ചതിൽ മുക്കാലിലധികം പേരും വിജയിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് ഇപ്പോൾ വീണ്ടും മൂന്നാമതൊരിക്കൽ കൂടി പുനർമൂല്യനിർണ്ണയത്തിന് വിധേയമാക്കാൻ VCയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് 2 തവണയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് 2 തവണ മൂല്യനിർണ്ണയത്തിന് വിധേയമായ പേപ്പറുകളാണ് മൂന്നാമത് വീണ്ടും ഒന്ന് വിധേയമാക്കുന്നത്. അതായത് അപേക്ഷിച്ച മുഴുവൻ ഉത്തരക്കടലാസുകളും വീണ്ടും പരിശോധിക്കാനാണ് ഈ VC ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ ശ്രമിക്കുന്നത്. അതായത് തൻ്റെ പരാജയങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായ വീഴ്ചകളെ അതിനെ മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ്. ആദ്യം ഒരു പരാജയം ഉണ്ടായി അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചു എന്ന യാഥാർത്ഥ്യമാണ് രണ്ടാമത് അപേക്ഷിച്ച അത്രയും 230ഓളം പേർക്ക് 290-ൽ 230ഓളം പേർ വിജയിക്കുന്ന ഒരു ഘട്ടം വന്നത്. അതായത് അപ്പോൾ തന്നെ അതിൻ്റെ വീഴ്ചകൾ വ്യക്തമായിരുന്നു. വിദ്യാർത്ഥികൾ അതുതന്നെയാണ് ഉയർത്തിക്കാട്ടിയത്. പക്ഷേ ആ വീഴ്ചയെ മറച്ചു വയ്ക്കാൻ ഒന്നുകൂടി ഇതിൽ ഏത് മൂല്യനിർണ്ണയത്തിലാണ് പാകപ്പിഴവ് വന്നത് എന്നത് കണ്ടെത്താൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ന്യായം പറഞ്ഞുകൊണ്ട് മൂന്നാമതൊരിക്കൽ കൂടി ഇതിന് പുനർമൂല്യനിർണ്ണയത്തിന് വിധേയമാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ പറയുന്ന പുനർമൂല്യനിർണ്ണയത്തിന് വാങ്ങിക്കുന്ന ഫീസ് 900-ഉം 1000-ഉം അടുപ്പിച്ചുള്ള ഫീസ് വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത് ഈ മാർക്ക് കൂടി 230-ലധികം പേർക്ക് മാർക്ക് കൂടി അവർ പാസ്സാകുന്ന ഒരു സ്ഥിതി ഉണ്ടായപ്പോഴും ആ പൈസയൊന്നും മടക്കി നൽകാൻ ഉള്ള ഒരു സ്ഥിതി ഉണ്ടായി. സാധാരണ ഇത്തരത്തിൽ മാർക്ക് വർധനവ് ഉണ്ടാകുമ്പോൾ ആ പൈസ തിരിച്ചു നൽകുന്ന ഒരു പ്രക്രിയ. പക്ഷേ അതുപോലും ഉണ്ടായില്ല. അപ്പോൾ ഇത്തരത്തിൽ അധികം പേർ വിജയിക്കുകയും അത് ആ യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ അത് മറച്ചു വെക്കാനായിട്ട് മൂന്നാമതൊരിക്കൽ കൂടി മൂല്യനിർണ്ണയം നടത്തുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന VCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ സ്വതന്ത്ര വിദ്യാർത്ഥി കൂട്ടായ്മയും SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനയും സർവകലാശാലയുടെ ആസ്ഥാനത്ത് തുടങ്ങി വന്ന ആ സമരം ഈ വിഷയത്തിലൊക്കെയാണ്. ഇപ്പോൾ അതിനാണ് മൂന്നാമതൊരിക്കൽ കൂടി ഇത്തരത്തിൽ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കത്തിന് വേണ്ടി VC ആയിട്ടുള്ള മോഹനൻ കുന്നുമ്മൽ ശ്രമിക്കുന്നത്. ശരണ്യ, തീർച്ചയായും കേരള സർവകലാശാല LLB പരീക്ഷാ മൂല്യനിർണ്ണയത്തിന്റെ പിഴവിൽ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ VC മോഹൻ കുന്നുമ്മൽ രംഗത്ത് വന്നിരിക്കുന്നത്. പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഉത്തരക്കടലാസുകൾ വീണ്ടും പരിശോധിക്കാനാണ് തീരുമാനം. വിവരങ്ങളാണ് നൗഫൽ നൽകിയത്.